യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഇറാൻ, എന്നാൽ മുന്നോട്ടു പോകാൻ മടിക്കുന്ന അമേരിക്ക. പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോകം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് തോക്കുകളിലേക്കല്ല, മറിച്ച് സംഭാഷണങ്ങളിലേക്കാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ ആഹ്വാനം അമേരിക്ക തോറ്റു പിന്മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധം ജയിച്ചത് ഇറാനാണ്. ചതിയന്മാരായ അമേരിക്കയെ വിശ്വസിക്കാതെ ഇറാൻ നിലപാട് സ്വീകരിച്ചാൽ അതായിരിക്കും ശാശ്വത പരിഹാരമായി മാറുക. നാണം കെട്ട ഒരു വെടിനിർത്തൽ പ്രഖ്യാപനമാണ് വീരശൂര പരാക്രമിയായ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ സൈനിക കരുത്ത് അനുഭവിച്ചറിഞ്ഞെടുത്ത തീരുമാനം കൂടിയാണിത്. യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും മാത്രമല്ല, ലോകത്തിന്റെ ആകെ ആവശ്യമാണ്. അതിന് വഴങ്ങാതിരുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനും കിട്ടേണ്ടത് കിട്ടിയപ്പോഴാണ് അവർ താൽക്കാലികമായെങ്കിലും പത്തി മടക്കിയിരിക്കുന്നത്. ഇറാന്റെ സൈനിക കരുത്ത് വെറും വാക്കല്ലെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടത് ഇസ്രായേലിന്റെ നെഞ്ചിടിപ്പായ ഡിമോണ ആണവ നിലയത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിലൂടെയാണ്. ഇറാന്റെ കൃത്യതയാർന്ന മിസൈൽ പ്രഹരത്തിൽ 180ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. സുരക്ഷാ കവചങ്ങളെ ഭേദിച്ച് ഡിമോണയുടെ മണ്ണിൽ ഇറാന്റെ മിസൈൽ പതിച്ചപ്പോൾ തകർന്നത് ഇസ്രായേലിന്റെ അഹങ്കാരം കൂടിയാണ്. ഈ ആഘാതത്തിൽ നിന്ന് മുക്തമാകുന്നതിന് മുമ്പ് അമേരിക്ക വെടിനിർത്തലിനെ യാചിക്കുന്നത് ഇറാന്റെ കരുത്ത് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ്. അമേരിക്ക ഇപ്പോൾ വേട്ടയാടുന്നത് മറ്റൊരു ഭീതിയാണ്. വെറും പശ്ചിമേഷ്യയിൽ ഒതുങ്ങുന്നതല്ല ഇറാന്റെ പ്രഹരശേഷിയെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 4000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അതിമാരകമായ മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. ഇത് അമേരിക്കൻ നഗരങ്ങളെ പോലും ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള സൂപ്പർ പവർ ആയുധങ്ങളാണെന്ന തിരിച്ചറിവ് പെന്റഗണെ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ആയുധങ്ങൾ തങ്ങളുടെ താവളങ്ങളെ മാത്രമല്ല, സ്വന്തം രാജ്യത്തെ പോലും ചുട്ടരിക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ലോകത്തിന്റെ ഊർജ്ജസിരയായ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയ്ക്കിപ്പോൾ യാതൊരു റോളുമില്ല എന്നതാണ് മറ്റൊരു സത്യം. അവിടെ ഒരു വിരലനക്കാൻ പോലും അമേരിക്കൻ നാവികസേനയ്ക്ക് കഴിയുന്നില്ല. കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ കൈകളിലായതോടെ സാമ്രാജ്യത്വ ശക്തികൾ അവിടെ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. ഈ മേഖലയിൽ ഇറാനെ വെല്ലുവിളിക്കാനുള്ള കരുത്ത് തങ്ങൾക്കില്ലെന്ന് അമേരിക്കയ്ക്കിപ്പോൾ നന്നായി അറിയാം. ചുരുക്കത്തിൽ വീരശൂര പരാക്രമി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ വെടിനിർത്തൽ പ്രഖ്യാപനം സത്യത്തിൽ നാണം കെട്ട ഒരു കീഴടങ്ങൽ തന്നെയാണ്. ഇറാന്റെ സൈനിക പ്രഹരം മാരകമായപ്പോൾ പത്തിമടക്കിയ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. ഈ ചതിയന്മാരുടെ വാക്കിന് വഴങ്ങാതെ ഇറാൻ തങ്ങളുടെ ശക്തമായ നിലപാട് തുടർന്നാൽ മാത്രമേ പശ്ചിമേഷ്യയിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകൂ. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മാത്രം സമാധാനം പറയുന്ന അമേരിക്കയുടെ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് ഇറാൻ മുന്നോട്ട് പോവുകയാണ് ഇനി വേണ്ടത്.